ജീവനും ജീവിതവും പ്രോഗ്രാമിന്റെ 116-ാമത്തെ എപ്പിസോഡാണല്ലോ. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രഗത്ഭരായിട്ടുള്ള പല ടീച്ചേഴ്സും നമുക്ക് അതിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. മുമ്പ് കേട്ടതുപോലെ വിശ്വസിക്കാൻ നമുക്ക് കാരണങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് തീർച്ചയായിട്ടും അതിന് തെളിവുകളുണ്ട്, കാരണങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് ഒരു ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ക്രൈസ്തവ മാർഗത്തിലെ യുക്തിക്കും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ക്രൈസ്തവ മാർഗത്തിലെ ഉദാസീനതയ്ക്ക് ഉള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ലോകത്തില് എല്ലാ കാലത്തും ലോകത്തില് യുക്തിയും വിശ്വാസവും തമ്മിൽ ഒരിക്കലും ചേരുന്നതല്ല എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെയും അങ്ങനത്തെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ കടന്നുവരവോടുകൂടെ ഒരു വലിയൊരു ശതമാനം ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും യുക്തിയും വിശ്വാസവും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകുന്ന കാര്യമല്ല എന്നും അതുപോലെ തന്നെ അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ചിന്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിന്നായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയവും അതിനെക്കുറിച്ച് തന്നെയാണല്ലോ. യുക്തിയും വിശ്വാസവും അത് തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ഈ ഉദാസീനതയ്ക്ക് കാരണം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ ജോൺ മക്കാർത്തർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. അത് ഓൾ ട്രൂത്ത് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ലോജിക്, നോ ട്രൂത്ത് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ഇമോഷൻസ് ഓർ സെന്റിമെന്റ്സ് ഓർ ഫീലിങ്സ്. എല്ലാ സത്യങ്ങളും മനസ്സിലാവുന്നത് അത് യുക്തി ഉപയോഗിച്ച് തന്നെയാണ്. അത് ഇമോഷൻസിലൂടെ നമ്മൾ സത്യത്തെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സെന്റിമെന്റ്സിലൂടെ നമ്മൾ സത്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. എല്ലാ സത്യത്തെയും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ലോജിക്ക് ഉപയോഗിച്ച് തന്നെയാണ് സത്യത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും ഏറ്റവും സത്യമായിട്ടുള്ള കാര്യത്തെ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കതിന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നൊരു കാര്യം നമുക്ക് ഓർക്കാം. നമ്മളോട് ഇതിനെക്കുറിച്ച് കൂടുതൽ യുക്തിയെക്കുറിച്ചും ക്രിസ്തീയ മാർഗത്തിലെ യുക്തിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ക്രിസ്തീയ മാർഗത്തിലെ ഉദാസീനതയ്ക്ക് കാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് PC ബെന്യാങ്കിളാണ്. ബെന്യാങ്കിള് ഈ വിഷയത്തില് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്കിളിനെ ഇന്നത്തെ ക്ലാസ് എടുക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. വിശ്വസിക്കാൻ നമുക്കുണ്ട് കാരണങ്ങൾ എന്നാണ് നമ്മൾ കേട്ടത്. തീർച്ചയായും വിശ്വസിക്കാനായിട്ട്, ക്രൈസ്തവ മാർഗത്തെ പുൽകുവാനായിട്ട് നമുക്ക് വളരെയധികം കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ യുക്തിസഹമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ആ കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് ചേർത്ത് നിർത്തുന്നതും നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്രദമാക്കി മാറ്റുന്നതും നമ്മുടെ ജീവിതത്തെ ഉത്സാഹത്തിലേക്ക് നയിക്കുന്നതും ഒക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കാനായിട്ടുള്ള കാരണങ്ങൾ, ഈ കാരണങ്ങളാണ് നമ്മൾ യുക്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. യുക്തിവാദം എന്നുള്ള ഒരു പ്രയോഗം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്നാൽ യുക്തിവാദത്തെ കുറിച്ചല്ല, കാര്യകാരണ വിശകലന രീതിയെ കുറിച്ച് പറയുന്ന ഒരു പൊതു പേരാണ് യുക്തി എന്നുള്ള വാക്ക്, ലോജിക് എന്നുള്ള വാക്ക്. ആ അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്കിതിനെ എളുപ്പത്തിൽ പറയാൻ റീസൺ എന്നൊരു വാക്ക് ഉപയോഗിക്കാം. റീസൺ ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും യുക്തിയും, അത് നമ്മളുടെ ബന്ധം എന്താണ്? അപ്പൊ ഇതൊരു വളരെ പഴയൊരു ചോദ്യമാണ്. പണ്ട് മുതലേ പല ആളുകളും ഉത്തരം പറയാൻ ശ്രമിച്ചതും ബന്ധിപ്പിക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിലും അത് ഇന്ന് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ചിന്തയാണ്. ആൽബിൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നത്തെ കാലത്തും അതിനുള്ള പ്രസക്തിയുണ്ട്. ചില ആളുകൾ യുക്തിയെ മുഴുവനായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസവും യുക്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ട് വിശ്വസിക്കാൻ എന്തിനാണ് യുക്തി, അങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്ന് പറഞ്ഞ് വിശ്വാസം ഏറ്റവും കേവലമാണ്, മഹത്തരമാണ് എന്നൊക്കെ പറയാനും, യുക്തി കൊണ്ടുവരുമ്പോൾ വിശ്വാസത്തിന്റെ വലിപ്പം കുറഞ്ഞു പോവുകയാണ്, വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത ബലഹീനമാവുകയാണ്.
യുക്തി വേറൊരു മേഖല, വിശ്വാസം അതിനേക്കാൾ മികച്ച മറ്റൊരു മഹത്തായ മേഖല എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടര് യുക്തി മതിയെന്നും യുക്തിയുടെ ആധികാരികതയാണ് ഏറ്റവും വലുതെന്നും അതുകൊണ്ട് തെളിയിക്കപ്പെടാതെ ഒന്നും, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അത്ഭുതങ്ങളോ അമാനുഷികമായിട്ടുള്ള ഇടപെടലുകളോ ദൈവികമായിട്ടുള്ള പ്രത്യേക ഇന്റർവെൻഷൻസോ ഒന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. അതൊക്കെ യുക്തിയുടെ വിചാരധാരയ്ക്ക് അപ്പുറമാണ് എന്ന് പറയുകയും അങ്ങനെ യുക്തിവാദത്തിനോ യുക്തിക്കോ ചേരാത്തതിനോ എല്ലാത്തിനെയും തള്ളിക്കളയുകയും ചെയ്യുന്ന മറ്റൊരു നിലപാടുണ്ട്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് നവ നാസ്തിക ചിന്തകളൊക്കെ വളരെ പ്രചാരം നേടിയപ്പോൾ പൊതുവിൽ പല ആളുകളും, ആൽബിൻ നമ്മെ ഓർമ്മിച്ച പോലെ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രസ്താവനയാണ് യുക്തിയും വിശ്വാസവും തമ്മിൽ ബന്ധമില്ല എന്നുള്ള പ്രസ്താവന. അല്ലെങ്കിൽ ഈ വിശ്വാസത്തിന്, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക്, റിലീജിയന് വിശ്വാസവുമായിട്ട് യുക്തിയുമായിട്ടൊരു ബന്ധവുമില്ല. അത് യുക്തിക്കോ ശാസ്ത്രീയതയ്ക്കോ ബുദ്ധിക്കോ ഒരു പരിഗണനയും നൽകാത്ത, കണ്ണടച്ച് ഇഷ്ടമുള്ളത് സ്വീകരിക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു ചിന്ത അവർ വളരെ കാര്യമായിട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ പോകുന്നു. ഞങ്ങൾ യുക്തിപരമായ വിശകലനത്തിന്റെയും ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളുടെയും പിന്നാലെ പോകുന്നു. ഞങ്ങളുടെ നിലപാട് തീർച്ചയായിട്ടും സാധൂകരിക്കാൻ പറ്റുന്ന, തെളിയിക്കപ്പെടാവുന്ന നിലപാടാണ്. മറ്റവരുടെ വിശ്വാസം മാത്രമാണ്, അതിന് ഇത്തരത്തിലുള്ള യാതൊരു അടിത്തറയുമില്ല എന്ന് അവർ പറയുകയും, അങ്ങനെ വിശ്വാസികൾ പോലും ആ ഒരു ചിന്തയാൽ സ്വാധീനിക്കപ്പെട്ട് വിശ്വാസം ബലഹീനമായ ഒന്നാണെന്നും തെളിവുകളില്ലാത്തതും എന്നാൽ വിശ്വസിക്കാനായിട്ട് ചില കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന മട്ടിലും അങ്ങ് ചിന്തിച്ചു പോവുകയാണ്. അപ്പോ അവര് പറയും, ഞങ്ങൾ വസ്തുതകളെയും യാഥാർത്ഥ്യങ്ങളെയും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും യുക്തിപരമായിട്ട് വിചിന്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയാണ്. ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്നൊക്കെ അവർ പറയാൻ ശ്രമിക്കുന്നു. നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രസ്താവനയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാം ഒരു വിശ്വാസമല്ലേ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. എല്ലാം ഒരു വിശ്വാസമല്ലേ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വിശ്വാസമല്ലേ എല്ലാം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ആശയം എന്ന് വെച്ചാൽ ഇതൊന്നും തെളിയിച്ചതോ തെളിയിക്കപ്പെടാവുന്നതോ സാധൂകരിക്കാവുന്നതോ വിചിന്തനം ചെയ്യാവുന്നതോ ഒന്നുമായിട്ടുള്ള കാര്യങ്ങളല്ല. അത് വെറുതെ അങ്ങ് സ്വീകരിച്ചേക്കുക, അംഗീകരിച്ചേക്കുക എന്നാണ് അതിന്റെ ഒരു പിന്നിൽ കിടക്കുന്ന ഒരു ധ്വനി എന്ന് പറയുന്നത്. എന്നാൽ ക്രൈസ്തവ മാർഗം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒന്നാണോ? തെളിവൊന്നും ചോദിക്കേണ്ട, ഞങ്ങൾ പറഞ്ഞങ്ങ് വിശ്വസിച്ചാൽ മതി എന്നാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതും അങ്ങനെയാണോ? അപ്പസ്തോലന്മാർ ക്രൈസ്തവ മാർഗത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്നങ്ങ് പറയുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ചോദിച്ച ആളുകളെ ഓടിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ അവിശ്വാസികൾ എന്ന് മുദ്ര കുത്തുകയോ അവര് യുക്തിയുടെ മാർഗം തെരഞ്ഞതുകൊണ്ട് അവർ വിശ്വാസമില്ലാത്ത ആളുകളാണ്, അവർ വിശ്വാസം ബലഹീനമാണെന്ന് ആക്ഷേപിക്കുകയോ ഒക്കെയാണോ ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് ചില വസ്തുതകൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ ചില പൊതു നിലപാടുകൾ ആളുകൾ കൈക്കൊള്ളുന്നതിനെ കുറിച്ച് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, യുക്തിരഹിത വിശ്വാസം എന്നുള്ള ഒരു നിലപാടാണ്. യുക്തിരഹിത വിശ്വാസം, നമുക്കതിനെ അൺറീസണബിൾ ഫെയ്ത്ത് എന്ന് പറയാം. അൺറീസണബിൾ ഫെയ്ത്ത് എന്ന് വെച്ചാൽ തെളിവുകളും നമ്മുടെ ധാരണകളും അനുഭവങ്ങളും ഒക്കെ ഇതിന് വിരുദ്ധമാണെങ്കിലും ഇതിന് വിരോധമാണെങ്കിലും ഇതിന്റെയൊക്കെ തെളിവുകളുടെ എല്ലാ അഭാവത്തിലും വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവയെയാണ് നമ്മൾ യുക്തിരഹിത വിശ്വാസം അല്ലെങ്കിൽ അൺറീസണബിൾ ഫെയ്ത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ബിലീവിങ് ഇൻ സംതിങ് ഇൻ സ്പൈറ്റ് ഓഫ് ദി എവിഡൻസ്, എല്ലാ തെളിവുകളും എതിരായിട്ട് നിൽക്കുകയും എവിഡൻസുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ, സാധൂകരിക്കാവുന്ന എവിഡൻസുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു. അത്തരം നിലപാടുകൾ കൈക്കൊള്ളുന്ന ആളുകളുണ്ട്. നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ അറിയാമല്ലോ, നമ്മുടെ ചുറ്റും കാണുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരംകാരായിട്ടുള്ള 3 പേര് അരുണാചൽ പ്രദേശില് ഒരു വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവര് ആത്മഹത്യ ചെയ്തു. അതൊരു വലിയ പത്രവാർത്തയായിട്ട് തീർന്നു. അപ്പോൾ അവരുടെ വളരെ വിചിത്രമായിട്ടുള്ള ചില ചിന്തകൾ, ചില വിശ്വാസങ്ങളാണ് അവരെ അതിലേക്ക് നയിച്ചത് എന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയിട്ട് ആളുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ അന്യഗ്രഹങ്ങളിലേക്ക് പോകാമെന്നും ചില അന്യഗ്രഹ ജീവികളായിട്ട് ഇവർക്ക് മാറാമെന്നും അങ്ങനെ ഇവരുടെ ജീവൻ മറ്റൊരു രീതിയിൽ തുടരുമെന്നൊക്കെ വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കൂട്ടം വിശ്വാസങ്ങൾ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ടോട്ടലി അൺറീസണബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസമാണ്.
യുക്തിരഹിത വിശ്വാസമാണ്. എന്ന് വെച്ചാൽ ഒരു തെളിവും ലഭ്യമല്ല. മാത്രമല്ല, എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അതിനെതിരെയാണ് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും അന്യഗ്രഹങ്ങളില് ജീവനുണ്ടെന്നോ ജീവന്റെ സൂചനകളുണ്ടെന്നോ ഇന്നേ വരെയുള്ള ഒരു ഗവേഷണത്തിനും കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ ടെലസ്കോപ്പുകൾ, റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരന്തരം ബഹിരാകാശത്തെ അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വരുന്നതായിട്ടുള്ള തരംഗങ്ങളെ പിടിച്ചെടുത്ത് അതിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇന്റലിജൻസിനെ സൂചിപ്പിക്കുന്നു. ഒരു മെസ്സേജ് എപ്പോഴും ഒരു ഇന്റലിജൻസിനെ സൂചിപ്പിക്കുന്നു. ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അന്യഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിലൊന്നും ഒരു തെളിവുകളുമില്ല. അപ്പൊ എങ്കിലും ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു. അവരെയാണ് നമ്മൾ അൺറീസണബിൾ ഫെയ്ത്തിന്റെ ആളുകൾ, അല്ലെങ്കിൽ യുക്തിരഹിതമായ വിശ്വാസം എന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു വിശ്വാസമുണ്ട്, അതിനെ അന്ധമായ വിശ്വാസം എന്ന് വിശേഷിപ്പിക്കാം, ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് വിശേഷിപ്പിക്കാം. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താണ് ഇതിന്റെ നിജസ്ഥിതി, എന്താണ് ഇതിന്റെ വാസ്തവം എന്നുള്ള കാര്യം അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കാതെ അങ്ങ് വിശ്വസിക്കുക. ഇത് അന്ധമാണ്. സത്യം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അസത്യമായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കാം, വാസ്തവം ഇല്ലാതിരിക്കാം. മിക്കവാറും വാസ്തവം ഉണ്ടാവുകയില്ല. കാരണം വാസ്തവം ഇല്ലാത്തത് കൊണ്ടാണ് അവർ അന്വേഷിക്കാൻ മെനക്കെടാത്തത്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും അവർക്ക് താല്പര്യമുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ അവർ അങ്ങനെ പരിശീലിപ്പിക്കപ്പെട്ടത് കൊണ്ടും, അവര് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരായതുകൊണ്ടും ഒക്കെ ആയിരിക്കാം. എന്തെങ്കിലും കാരണങ്ങളാവട്ടെ, എന്തെങ്കിലും കാരണത്താൽ അന്ധമായിട്ട് വിശ്വസിക്കുക. ഇതിന്റെ തെളിവുകൾ എന്താണ്, ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ദാറ്റ് ഇസ് കോൾഡ് ബ്ലൈൻഡ് ഫെയ്ത്ത്. അങ്ങനെയുള്ള വിശ്വാസത്തെയാണ് നമ്മൾ അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത്. ചില മതവിശ്വാസങ്ങളിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാം. എങ്ങനെ അവരുടെ ദൈവം അള്ളാഹ് പാപങ്ങൾ മോചിക്കുന്നു എന്ന് ചോദിച്ചാൽ, ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ ക്ഷമിക്കുന്നു എന്നവർ പറയുകയാണ്. ക്ഷമിക്കും. എന്താണ് അതിന്റെ ആധാരം? എങ്ങനെ ഒരു ധാർമ്മിക മൂല്യമുള്ള ദൈവത്തിന്, ധാർമ്മികതയുടെ ആധാരമായിരിക്കുന്ന ദൈവത്തിന് അധാർമികതയെ വെറുതെ വിടാൻ സാധിക്കും? അതിനെന്ത് പരിഹാരമാണ് ഉള്ളത്? പരിഹാരമില്ലാതെ ആർബിട്രറി ആയിട്ട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ഷമിക്കാൻ സാധിക്കുമോ? അവിടെ നീതി എവിടെയാണ്? ജസ്റ്റിസ് എന്നുള്ള ആശയം എവിടെയാണ്? അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ അവർ പറയും, അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല, അന്വേഷണങ്ങളുടെ ആവശ്യമില്ല, വിശ്വസിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ ഒരു ചിന്തയിൽ അതൊരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്, അന്ധമായിട്ടുള്ള വിശ്വാസമാണ്. ധാർമ്മിക പ്രശ്നങ്ങൾക്ക് തീർച്ചയായും കൃത്യമായ പരിഹാരങ്ങൾ വേണം. തിന്മയ്ക്ക് പരിഹാരം വേണം. ആ പരിഹാരം ഇല്ലാതെ അതിനെ ക്ഷമിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ അന്ധമായ വിശ്വാസത്തിന്റെ ഒരു രംഗം കണ്ടെത്തുന്നത്. ഇനി മൂന്നാമതൊരു തരം വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് തെളിവധിഷ്ഠിത അന്വേഷണാത്മക വിശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഫോറൻസിക് ഫെയ്ത്ത് എന്നൊക്കെ അതിനെക്കുറിച്ച് പറയും. ഫോറൻസിക് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തെളിവുകൾ തിരയുന്ന, തെളിവുകളിലൂടെ നിഗമനങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകുന്ന ഒരു രീതിയാണല്ലോ ഫോറൻസിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഈ വിശ്വാസം തെളിവുകളുള്ള വിശ്വാസമാണ്, തെളിവുകൾ തിരയുന്ന വിശ്വാസമാണ്. എന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ലഭ്യമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ്, ആ തെളിവുകൾ എങ്ങനെ നമുക്ക് അപഗ്രഥിക്കാം, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഉത്തരങ്ങളിലേക്ക് എത്താം, എങ്ങനെ ഇതിന്റെ സാധൂകരണം നടത്താം എന്നതൊക്കെ ചിന്തിക്കുന്ന ഒരു മെത്തഡോളജി, ഒരു രീതി, ആ വിശ്വാസത്തെ നമ്മൾ വിളിക്കുന്ന പേര് തെളിവുകളുള്ള വിശ്വാസം അല്ലെങ്കിൽ ഫോറൻസിക് ഫെയ്ത്ത് എന്നാണ്. അപ്പോ ഈ മൂന്നും കേട്ടതിൽ നിന്ന് നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നതാണ്. ക്രൈസ്തവ വിശ്വാസം ഇതിന് മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്ന വിശ്വാസമാണ്. എന്ന് വെച്ചാൽ തെളിവുകളുള്ളതും തെളിവുകളിൽ അടിസ്ഥാനപ്പെട്ടതും പരിശോധിക്കാവുന്നതുമായിട്ടുള്ള ഒരു വിശ്വാസം. നമുക്കതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ വെരിഫയബിൾ ഫെയ്ത്ത് എന്ന് പറയാം. എന്ന് വെച്ചാൽ തെളിയിക്കാൻ സാധ്യമായ ഒരു വിശ്വാസം എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാമല്ലോ, പുതിയ നിയമം വളരെ ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, ക്രൈസ്തവ മാർഗത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേഹത്തോടു കൂടിയുള്ള ഉയിർപ്പ് ആണ്, പുനരുത്ഥാനം എന്നുള്ളതാണ്.
പൗലോസ് അതിനെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്ന കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലെയിം, കർത്താവായ യേശുക്രിസ്തു 3-ാം ദിവസം പ്രവചനങ്ങളിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന രീതിയിൽ ദേഹരൂപമായി ശരീരത്തോടു കൂടി കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നു, പുനരുദ്ധാനം നടന്നു എന്നുള്ളതാണ് സത്യം. ആ സത്യം ഒരു തിയറി അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു ചരിത്ര സംഭവമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വെരിഫൈബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, അത് തെളിയിക്കപ്പെടാവുന്ന ഒരു ഇവന്റ് ആണ്. അത് ഒരു ചരിത്ര സംഭവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അതിനുള്ള വഴികൾ എന്തൊക്കെയാണോ ആ വഴികൾ ഇതിന് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഇത് കുറച്ചുകൂടി പുരാതനമായിട്ടുള്ള, നമ്മുടെ കാലത്തിൽ അപേക്ഷിച്ച് വർഷങ്ങൾ പിന്നിൽ നടന്നൊരു കാര്യമായതുകൊണ്ട് ഏതൊരു പുരാതന ഹിസ്റ്റോറിക്കൽ ഇവന്റിനെയും നമ്മൾ എങ്ങനെയാണോ സമീപിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ കാര്യത്തെയും സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ ഈ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിച്ചാല് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു ഫോറൻസിക് ഫെയ്ത്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം: എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായി? എന്തുകൊണ്ട് ഞാൻ ക്രൈസ്തവ മാർഗത്തിന്റെ ഭാഗത്ത് വന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും നമ്മൾ കൊടുക്കുക? ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായി, നിങ്ങൾ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം കൊടുക്കുക? ഒരുപാട് ആളുകൾ പല നിലകളിൽ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കും. പല ആളുകളുടെ ഉത്തരങ്ങൾ പലതരത്തിലായിരിക്കും. ചില ആളുകൾ പറയും അതെനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി, എനിക്കത് നല്ലതാണെന്ന് തോന്നി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില ആളുകൾ പറയും എൻ്റെ മാതാപിതാക്കളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ച് വന്നത്, ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ്, ആ വിശ്വാസത്തിന്റെ മാർഗത്തിലാണ് ജീവിച്ചത് എന്ന് പറയും. ചില ആളുകൾ, കുറച്ചുകൂടി ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയും എൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടിയത് എനിക്ക് ആ വിശ്വാസത്താലാണ് എന്ന് പറയും. ഇനി കുറച്ചുകൂടി ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള പല ആളുകൾ പറയും എനിക്ക് സ്വർഗം ലഭിക്കുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തീയ മാർഗത്തിൽ വരുന്നു, എൻ്റെ മേലുള്ള നരക ശിക്ഷ ഒഴിവായി കിട്ടിയതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ പല ഉത്തരങ്ങൾ പറയാറുണ്ട്. അപ്പോ എന്താണ് ശരിക്കും അതിന് കൊടുക്കേണ്ടത് ഉത്തരം? ഈ ഉത്തരങ്ങളൊക്കെ വാസ്തവമുണ്ട്, അതെല്ലാം തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സത്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉത്തരം നൽകുക, എന്ത് തരത്തിലുള്ള ഉത്തരമായിരിക്കും അതിന് ഏറ്റവും യോഗ്യമായത് എന്ന് ചിന്തിച്ചാൽ നമുക്കതിനെ കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: തെളിവുകളാൽ ഉറപ്പിക്കപ്പെട്ടതും അനുഭവങ്ങളോട് ചേർന്ന് പോകുന്നതും ആശയപരമായി യുക്തിഭദ്രവുമാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അതാണ് അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്തരം. ഒന്നുകൂടി ഞാൻ പറയാം: തെളിവുകളിൽ ഉറപ്പിക്കപ്പെട്ടതും അനുഭവങ്ങളോട് ചേർന്ന് പോകുന്നതും ആശയപരമായി യുക്തിഭദ്രവുമാണ്. ഇതിനോട് ചേർത്ത് പല കാര്യങ്ങൾ പറയാൻ സാധിക്കും, എങ്കിലും ചുരുങ്ങിയത് ഈ 3 കാര്യങ്ങളെങ്കിലും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ ഉള്ളതാണ് ക്രൈസ്തവ മാർഗം, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് അതിനുള്ള ഏറ്റവും നല്ല ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ മാത്രം അനുഭവം ആവണമെന്നില്ല, എൻ്റെ ഒപ്പമുള്ള മനുഷ്യരുടെ പൊതു അനുഭവമാകാം, ഇന്നേ വരെയുള്ള മനുഷ്യവർഗത്തിന്റെ പൊതു സഞ്ചിതമായിട്ടുള്ള അനുഭവങ്ങളാകാം. അതൊക്കെ അതിനോട് ചേർന്ന് പോകുന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യന്റെ ഉള്ളിലുള്ള അപരാധ ബോധം എത്രയോ യാഥാർത്ഥ്യമാണെന്നും തെറ്റുകാരനാണെന്നും ഞാൻ എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന, എന്നെക്കുറിച്ച് വിഭാവന ചെയ്ത നിലവാരത്തിലല്ല ഞാൻ ജീവിക്കുന്നതിനുള്ള ബോധം എല്ലാവർക്കുമുണ്ട്. ഞാൻ എങ്ങനെയാണോ ഞാൻ ജീവിക്കേണ്ടത് അതുപോലെ എനിക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ബോധം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അത്തരം അപരാധ ബോധത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മാർഗം എന്നുള്ള അനുഭവപരമായിട്ടുള്ള വശത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയുള്ള ഏത് വശങ്ങൾ ചിന്തിച്ചാലും അതിനോട് ഏറ്റവും ചേർന്ന് പോകുന്നതും നിരക്കുന്നതുമായിട്ടുള്ള വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ മാർഗത്തിന്റെ ഏറ്റവും സവിശേഷതയായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് തെളിവുകളാൽ ഉറപ്പിക്കപ്പെട്ടത്, അനുഭവങ്ങളോട് ചേർന്ന് പോകുന്നത്, ആശയപരമായി ഭദ്രമായി യുക്തിഭദ്രമായിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു മാർഗമായതുകൊണ്ട് ഞാൻ ക്രൈസ്തവ മാർഗത്തെ വിശ്വസിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള നിലപാട്, ഇതാണ് യുക്തിപരമായിട്ടുള്ള നിലപാട്, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ അതൊരു വെരിഫയബിൾ ഒരു മാർഗമാണ്.
തെളിയിക്കപ്പെടാവുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ക്രൈസ്തവ മാർഗത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ വ്യതിരക്തത അത് തെളിയിക്കപ്പെടാവുന്നതും അതിലെ അവകാശവാദങ്ങൾ തീക്ഷ്ണമായ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ സത്യമെന്ന് തെളിയുന്നതുമാണ്. ക്രൈസ്തവ മാർഗത്തിന്റെ വ്യതിരക്തത അത് തെളിയിക്കപ്പെടാവുന്നതും അതിലെ അവകാശവാദങ്ങൾ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ സത്യമെന്ന് തെളിയുന്നതുമാണ്. അപ്പോൾ അത് തെളിയിക്കപ്പെടാവുന്നതും തെളിയുന്നതുമായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മറ്റൊരു ഭാഷയിൽ നമുക്ക് അതിനെ പറഞ്ഞാല് ഇത് എളുപ്പമായതുകൊണ്ടോ സുഖകരമായതുകൊണ്ടോ ഇഷ്ടപ്പെട്ടതുകൊണ്ടോ അത് തൃപ്തിദായകമായതുകൊണ്ടോ എന്നുള്ള നിലയിലല്ല, പലപ്പോഴും മറിച്ചാണ്. എന്ന് വെച്ചാൽ ക്രൈസ്തവ മാർഗത്തിൽ വരുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു വഴിയാണ്. അത് എന്നിൽ നിന്ന് വലിയ നിലവാരം പ്രതീക്ഷിക്കുന്ന ഒരു വഴിയാണ്. എന്റെ ജീവിതത്തെ മാറ്റാനായിട്ട് നിർബന്ധിതനാക്കുന്ന ഒരു വഴിയാണ്. എനിക്ക് ഇഷ്ടപോലെ ജീവിക്കാനായിട്ട് സാധിക്കാത്തൊരു വഴിയാണ്. അതൊക്കെ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവുമായിട്ട് നിൽക്കുമ്പോൾ പോലും ഇതാണ് സത്യത്തിന്റെ മാർഗം എന്ന് പറഞ്ഞ്, സത്യത്തിന്റെ മാർഗം അല്ലെങ്കിൽ ഇതാണ് യുക്തിഭദ്രമായ മാർഗം, ഇതാണ് തെളിയിക്കപ്പെടാവുന്ന മാർഗം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇത് ബോധ്യമായതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഇതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട നിലപാട്. ഈ നിലപാട് ഇങ്ങനെ നാം ഉയർത്തിപ്പിടിച്ചാൽ അത് തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു സന്ദേശം മറ്റുള്ളവർക്ക് നൽകും എന്നതിന് സംശയമില്ല. അപ്പൊ ഇതാണ് യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എനിക്ക് പ്രാരംഭമായിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ. ഇനി ഇതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പൊ ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ അതിനെ നമ്മൾ തെളിയിക്കാനായിട്ട് ശ്രമിക്കുന്നു, ചരിത്രപരമായിട്ടുള്ള ചില സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു, കുറ്റാന്വേഷണത്തിന്റെ ഒക്കെ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെയൊക്കെ ഏൻഷ്യൻ ഹിസ്റ്ററി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പോയി കുറെ വസ്തുതകളും കുറെ യാഥാർത്ഥ്യങ്ങളൊക്കെ കണ്ടെത്തി എന്ന് കരുതുക. അതുകൊണ്ട് ആവുകയില്ലല്ലോ. അതിൽ നിന്ന് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു മേഖലയിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ ഇത് നമ്മളുടെ കണക്ഷൻ എന്താണ്? ഈ യുക്തിഭദ്രതയും വിശ്വാസവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ നമുക്കൊന്ന് ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അതിന് ഞാനൊരു ഉദാഹരണം, ഒരു സംഭവം, സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തില് 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവം ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ നമ്മള് തോമസ് എന്ന കർത്താവിന്റെ ഒരു ശിഷ്യനെയും കർത്താവിനെയും കാണുന്നു. കർത്താവ് തോമസിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂ അവിടെ നടക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, 24 മുതൽ. യേശു വന്നപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരാളും ദിദിമോസ് എന്ന് പേരുള്ളവരുമായ തോമസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യൻ അയാളോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ തോമസ് അദ്ദേഹത്തിന്റെ കൈകളിലെ ആണിപ്പാടുകൾ കാണുകയും അവയിൽ എന്റെ വിരൽ കൊണ്ട് സ്പർശിക്കുകയും പാർശ്വത്തിൽ കൈവെക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസത്തിന് ശേഷം ശിഷ്യന്മാർ വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ യേശു എന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിന്നെ അവിടെ നിന്ന് തോമസിനോട്, നിന്റെ വിരൽ നീട്ടി ഇവിടെ എന്റെ കൈകളെ സ്പർശിക്കുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് അദ്ദേഹത്തോട്, എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് പറഞ്ഞു. അപ്പോൾ യേശു, നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ അനുഗ്രഹീതർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റനേകം അത്ഭുത ചിഹ്നങ്ങളും തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ യേശു പ്രവർത്തിച്ചു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ച് അവിടുത്തെ നാമത്തിൽ ജീവൻ ലഭിക്കേണ്ടതിനുമായി ഇവ എഴുതിയിരിക്കുന്നു. അപ്പോ ഈ രംഗം നമുക്ക് പരിചയമുള്ള രംഗമാണ്. ഇവിടെ യേശുവും ശിഷ്യന്മാരിൽ ഒരാളുമായിട്ടുള്ള തോമസും അവരുടെ ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ തോമസിനെ സാധാരണ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിശേഷിപ്പിക്കാറ് സംശയാലുവായ തോമസ്, ഡൗട്ടിങ് തോമസ് എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കാറ്. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തു എന്ന് ആദ്യം കണ്ടത് സ്ത്രീകളാണ്. മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ള സ്ത്രീകളാണ് യേശുവിന്റെ ഉയർപ്പിന്റെ ആദ്യ സാക്ഷികൾ. അവർ വന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ തോമസ് കേട്ടിരിക്കാം. പിന്നീട് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കർത്താവ് കണ്ടുമുട്ടുകയും അവർ വന്ന് പറയുന്ന സാക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ മറ്റ് അപ്പസ്തോലന്മാർ ഇതിനു മുമ്പ് 8 ദിവസങ്ങൾക്ക് മുമ്പ് തോമസ് ഇല്ലാതിരുന്ന അവസരത്തിൽ മറ്റ് അപ്പസ്തോലന്മാർക്ക് കർത്താവ് പ്രത്യക്ഷനായി, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവരുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു തോമസിന് മുമ്പിൽ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോമസിന് മുമ്പിൽ. പക്ഷെ തോമസ് പറയുന്നത്, എനിക്ക് യേശുവിനെ നേരിട്ട് കാണണം,
യേശുവിന്റെ ഉയർപ്പിന്റെ തെളിവുകൾ എനിക്ക് വ്യക്തിപരമായി പരിശോധിക്കണം, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നാണ് തോമസ് പറയുന്നത്. അപ്പൊ തോമസിന്റെ ഈ പ്രത്യേകത കൊണ്ടാണ് തോമസിനെ നമ്മൾ സംശയാലുവായിട്ടുള്ള തോമസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷെ ഒരു തരത്തിൽ പറഞ്ഞാൽ തോമസ് സത്യസന്ധനായ ഒരു മനുഷ്യനാണ് എന്നൊരു സംശയമില്ല. കാരണം തോമസ് ഇതിനു മുമ്പ് പറഞ്ഞ പല പ്രസ്താവനകളും തോമസിന്റെ സത്യസന്ധതയ്ക്ക് നല്ല തെളിവുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 14-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് അവിടെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന പ്രസ്താവനയുണ്ട്: നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി അവ ഒരുക്കിയ ശേഷം നിങ്ങളെയും അതോടെ കൂട്ടും. നിങ്ങൾക്ക് അവിടേക്കുള്ള വഴി അറിയാമല്ലോ എന്ന് കർത്താവ് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ കർത്താവ് കുറച്ച് ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രസ്താവന കൂടിയാണ് അവിടെ പറയുന്നത് നമുക്കറിയാം. പക്ഷെ മറ്റു ശിഷ്യന്മാർ അവിടെ ഈ വഴി ഞങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, അറിയാൻ സാധ്യത കുറവാണ്. എങ്കിൽ അവർ മിണ്ടുന്നില്ല. പക്ഷെ തോമസ് അവിടെ കൃത്യമായിട്ട് പ്രതികരിക്കും. തോമസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വഴി അറിയില്ല എന്നാണ് പറയുന്നത്. ഈ വഴി ഞങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ തോമസ് പറയുന്നത്. അപ്പോ തോമസ് അവിടെ വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയുകയാണ്. ചില ആളുകൾ ഒരുപക്ഷെ ഇത് കണ്ട് കർത്താവിന് വഴക്ക് പറയുമോ എന്ന് പേടിച്ചിട്ട് ഒക്കെ ആയിരിക്കും ഉണ്ടായിരുന്നെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടായിരുന്ന സമയത്ത് തോമസ് അതിനോട് ഒരു നല്ല രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ പ്രതികരിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്കറിയാം. ആ പ്രതികരണത്തിന്റെ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്, നമുക്ക് പരിചയമുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള കർത്താവിന്റെ അതിഗംഭീരമായിട്ടുള്ള പ്രസ്താവന തോമസിന്റെ ഈ സന്ദേഹത്തിന്റെ മറുപടിയായിട്ട് കർത്താവ് നൽകിയതാണ്. അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് ചിന്തിക്കാം. മറ്റ് ചില രംഗങ്ങളിലും ഇതേപോലെയുള്ള കാര്യം തോമസ് പറയുന്നുണ്ട്. കർത്താവ് യഹൂദയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ അതിനെ വിലക്കിയപ്പോൾ തോമസ് വളരെ സമർപ്പണത്തോടു കൂടി ഒരു മറുപടി പറയുന്ന കാര്യം നമുക്കറിയാം. തോമസ് പറയുന്നത് നമുക്ക് അവന്റെ കൂടെ പോയി മരിക്കാം എന്നാണ് പറയുന്നത്. മറ്റ് ശിഷ്യന്മാർ ഇത് സംഭവിക്കരുതേ, നടക്കരുതേ എന്ന് പറഞ്ഞ് അവരെ വിലക്കുമ്പോൾ തോമസ് വളരെ കൃത്യതയോടുകൂടി ഉത്തരം പറയുന്നു: പോയാൽ മരണം ഉറപ്പാണ്, നമുക്ക് അവനോട് മരിക്കാമെന്നാണ്. അപ്പൊ തോമസിനെ നമ്മൾ വളരെ ഒരു കൊച്ചാക്കി കാണുകയോ അങ്ങനെ ചെയ്യരുത്. തോമസ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. തോമസിന്റെ ചോദ്യങ്ങളോടുള്ള കർത്താവിന്റെ സമീപനം തന്നെ പരിശോധിച്ചാൽ കർത്താവ് അങ്ങനെയല്ല തോമസിനെ കണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തോമസിനെ ഒരു ശല്യക്കാരനായിട്ടോ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരാളായിട്ടോ ഒന്നും കർത്താവ് പറയുന്നില്ല. ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു എഴുത്തുകാരൻ അതിനെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്: കർത്താവ് അങ്ങനെ അവരുടെ മുമ്പിൽ വന്നപ്പോൾ കർത്താവ് വീണ്ടും അവരോട് അവർക്ക് സമാധാനമൊക്കെ ആശംസിക്കുകയാണ്. എന്നിട്ട് കർത്താവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, നമ്മുടെ ഒരു രീതിയിലാണെങ്കിൽ നമുക്കൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, ഇന്ന് നമുക്ക് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം തോമസിന് വലിയൊരു സന്ദേഹത്തിന്റെ പ്രശ്നമുണ്ട്, സംശയത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്കിന്ന് തോമസിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രയർ നടത്താം എന്ന് പറഞ്ഞ് തോമസിന്റെ തലയിൽ കൈവച്ച് തോമസിന്റെ സന്ദേഹം നീക്കണമേ എന്നൊക്കെ പറഞ്ഞ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടി വേണമെങ്കിൽ കർത്താവിന് ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തോമസിന്റെ അവിശ്വാസത്തിന് നേരെ എത്ര തവണ ഞാൻ പറഞ്ഞു, തോമസെ നിനക്ക് മറ്റുള്ളവരെ വിശ്വസിച്ചിട്ടെങ്കിൽ കേട്ടാൽ പോരായിരുന്നോ എന്നൊന്നും പറയുന്നില്ല. അങ്ങനെയൊന്നുമല്ല കർത്താവ് പറയുന്നത്. അതിനു പകരം കർത്താവ് വളരെ പേഴ്സണൽ ആയിട്ട് തോമസിന്റെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കി കൊടുക്കുകയാണ് ചെയ്തത്. തോമസിന്റെ സന്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെ കർത്താവ് ചിന്തിക്കുകയാണ്. അപ്പൊ തോമസിന്റെ ചോദ്യം കർത്താവിന് കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് കർത്താവ് ഉത്തരം പറഞ്ഞത്. കാരണം ഉയർപ്പ് എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നേ വരെ ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ജീവനോടെ ദേഹരൂപമായിട്ട് ഉയർത്തെഴുന്നേറ്റ് വരികയും അത് ഒരു പ്രത്യേകതയുള്ള ശരീരമായിട്ട് മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം ലോകത്തിന്റെ ചരിത്രത്തിലില്ല. യഹൂദന്മാർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ആരും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വിശ്വാസത്തെ കുറിച്ച് പഴയ നിയമത്തിന്റെ താളുകളിൽ പുതിയ നിയമത്തിന്റെ വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ പറയാൻ സാധിച്ചേക്കാമെങ്കിലും അവർക്കങ്ങനെ പറയാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദേഹം തീർച്ചയായിട്ടും ന്യായമായ സന്ദേഹമാണ്. ഇതുപോലൊരു സത്യം, ഇത്രയും വിപ്ലവകരമായ ഒരു സത്യം എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക? എനിക്ക് വേണ്ട തെളിവുകൾ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. കർത്താവ് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ നൽകുകയാണ്. മരിച്ചതിന് ശേഷം ഒരു മനുഷ്യനും ഇതേവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹത്തായ ഉയർപ്പിന്റെ തെളിവ് അത് ചോദിക്കുകയാണ് തോമസ് അവിടെ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോ കർത്താവ് വളരെ വ്യക്തമായി അതിനുള്ള ഉത്തരം കൊടുക്കുകയാണ്. കർത്താവ് പറയുകയാണ്, തോമസിന്റെ അരികിലേക്ക് ചെന്ന് തോമസിന് പറയാണ്, തോമസെ എന്റെ അരികിലേക്ക് വരിക,
എന്നിട്ട് നീ കണ്ണ് തുറന്ന് എന്നെ കാണുക. ഇതാ എന്റെ കരങ്ങൾ, ഈ കരങ്ങളിലെ ആണിപ്പാട് നീ നോക്കുക. എന്റെ നെഞ്ചിലെ കുന്തം കൊണ്ട് കുത്തിയ ആ മുറിവ് നീ കാണുക. എന്നിട്ട് നീ പരിശോധിക്കുക എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് അവിടെ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റീസണ് എതിരല്ല കർത്താവ്, ചോദ്യങ്ങൾക്ക് എതിരല്ല കർത്താവ്. ന്യായമായ എല്ലാ സംശയങ്ങൾക്കും കർത്താവിന്റെ അടുക്കൽ ഉത്തരമുണ്ട്, കർത്താവിന്റെ അടുക്കൽ ഇടമുണ്ട്. കർത്താവ് അപഹസിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാം. അതാണ് കർത്താവ് നൽകുന്ന ഉത്തരം. എന്നിട്ട് തോമസ് അങ്ങനെ കർത്താവിന് മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ തോമസ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ തോമസ് ഉന്നയിച്ച പ്രശ്നം സംശയവും അതിനുള്ള തെളിവും ആണെങ്കിലും തോമസിന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് നമുക്കറിയാം. തോമസ് എന്താണ് ചെയ്തത്? തോമസ് പോയി, എന്നാൽ കർത്താവ് നിന്റെ കൈയൊന്ന് കാണിച്ചു തരും, ഞാൻ നോക്കട്ടെ, അതിന്റെ ആണിയുടെ മുറിവ്, അതിന്റെ അളവൊന്ന് എടുത്തു നോക്കട്ടെ എന്നല്ല തോമസ് പറയുന്നത്. നിന്റെ വിലാപ്പുറം കാണിച്ചു തരൂ, അവിടെയുള്ള മുറിവ് ഞാനൊന്ന് പരിശോധിച്ചിട്ട് അത് റോമക്കാരുടെ കുന്തമന കൊണ്ട് തന്നെ സംഭവിച്ചതാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നുമല്ല തോമസ് പറയുന്നത്. അതിനു പകരം തെളിവുകൾ തിരഞ്ഞ തോമസ് കർത്താവിന്റെ മുമ്പിൽ അങ്ങനെ നേരെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ തെളിവുകളുടെയും അപ്പുറത്തേക്ക്, എല്ലാ റീസണിങ്ങിന്റെയും അപ്പുറത്തേക്ക്, എല്ലാ വാദങ്ങളുടെയും ചോദ്യങ്ങളുടെയും അപ്പുറത്തേക്ക് ഒരു വലിയ ബന്ധത്തിലേക്ക് തോമസ് പ്രവേശിക്കുകയാണ്. എന്നിട്ട് തോമസ് അതിശയം കൂർന്ന മിഴികളോടെ അങ്ങനെ കർത്താവിനെ നോക്കിയാണ്. കർത്താവിന്റെ കണ്ണുകളിൽ തെളിയുന്ന കാരുണ്യം തോമസ് അങ്ങനെ നേരിട്ട് കാണുകയാണ്. കർത്താവിന്റെ ശരീരം പ്രദർശിപ്പിക്കുന്ന പാപപരിഹാരത്തിന്റെ തെളിവ് അങ്ങനെ തോമസിന്റെ ഉള്ളിലേക്ക് അങ്ങനെ പതിയുകയാണ്. അത് കണ്ട തോമസ് അതിശയത്തോടെ ഇന്നേ വരെ ഒരു യഹൂദനും പറയാത്ത ആ പ്രസ്താവന യേശുവിന്റെ മുമ്പിൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നാണ് പറയുന്നത്. എന്ത് വലിയ പ്രഖ്യാപനമാണല്ലേ! എന്തൊരു ഗംഭീരമായ പ്രഖ്യാപനമാണ്. ഈ അന്നേ വരെയുള്ള യഹൂദ ചരിത്രത്തിൽ ഒരു മനുഷ്യനും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു അപ്പസ്തലന്മാരും അതുപോലെ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല ആ ഒരു പ്രസ്താവന. ആ ഒരു പ്രസ്താവന തോമസ് പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നാണ് ആ പ്രസ്താവന. അപ്പോ തെളിവുകൾ, അന്വേഷണങ്ങൾ, അതിനുവേണ്ടിയുള്ള ത്വര, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അന്വേഷണം, അത് തെളിവുകൾ മുമ്പിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ അതിൽ നിന്ന് അത് മറികടന്ന് അതിന്റെ എല്ലാ ബരിയറുകളും അതിന്റെ എല്ലാ അതിർവരമ്പുകളും മറികടന്നുകൊണ്ട് അത് വ്യക്തിപരമായ ഒരു ആശ്രയമായി, ഏറ്റുപറച്ചിലായി, ഒരു സാഷ്ടാംഗം വീഴുന്ന കമ്മിറ്റ്മെന്റ് ആയിട്ട് പരിണമിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് വിശ്വാസം കടന്നു വരുന്നത്. വിശ്വാസം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വിശ്വാസം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, വിശ്വാസം സംവാദത്തിന് തയ്യാറാവുന്നുണ്ട്, വിശ്വാസം സന്ദേഹത്തിന് ഇട നൽകുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് ഒരു വ്യക്തിയെ കണ്ടെത്തുന്ന അനുഭവമായിട്ട് മാറുകയാണ്. അവിടെ കർത്താവ് ഒരു തിയറി അല്ല, കർത്താവ് ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. ജോൺ ലെനക്സ് അതിനെക്കുറിച്ച് പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രസ്താവനയുണ്ട്. ദൈവത്തെ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ള ചോദ്യമായിട്ട് വന്ന ആളുകളോട് അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ദൈവം തെളിയിക്കപ്പെടേണ്ട ഒരു സിദ്ധാന്തമല്ല, ദൈവം വിശ്വസിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ തെളിവുകൾ, അന്വേഷണങ്ങൾ ദൈവത്തെക്കുറിച്ചുണ്ടാവാം, ദൈവത്തെക്കുറിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊക്കെ നമ്മളെ സഹായിക്കും, അതിന് സംശയമൊന്നുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മുമ്പത്തെ ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷെ ആ ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ എല്ലാ അമൂർത്ത സങ്കല്പങ്ങളും അവസാനിച്ചിട്ട്, എല്ലാ ചിന്തകളും അന്വേഷണങ്ങളും അവസാനിച്ചിട്ട് അതിനപ്പുറത്ത് യേശുവിനെ ഒരു വ്യക്തിയെ കണ്ടെത്തുന്നത് പോലെ കണ്ടെത്തുക. ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സാധ്യമാവുക എന്ന് നമുക്കറിയാമല്ലോ. നമ്മളൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്ന പല ധാരണകളും നമ്മളെ സഹായിക്കും. ഈ വ്യക്തിയെക്കുറിച്ചുള്ള മുൻധാരണകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് ബലപ്പെടുത്തും. ഇപ്പൊ വിവാഹത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, പൊരുത്തങ്ങൾ തേടും, അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ തേടും, വിശ്വാസത്തിൽ അവരെവിടെ നിൽക്കുന്നു, എന്താണ് അവരുടെ കാഴ്ചപ്പാട്, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്ത എന്താണ്, അവരെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ നമ്മൾ പല രീതിയിലുള്ള കമ്പാറ്റബിലിറ്റിക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അന്വേഷണങ്ങൾ നടത്തും, വിശ്വാസസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും അന്വേഷിക്കുകയും ചെയ്യും.
ഇതെല്ലാം അന്വേഷിച്ചിട്ട് ഈ അന്വേഷണങ്ങളും ചോദ്യങ്ങളും എല്ലാമായിട്ട് നിൽക്കുന്ന ഒരു പുരുഷൻ അവസാനം ഒരു സ്ത്രീയെ തന്റെ ഭാര്യയായി കരം കൊടുത്ത് സ്വീകരിച്ച്, ഞാനിതാ നിന്നെ എന്റെ ഏക ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കരം കൊടുത്ത് സ്വീകരിക്കുമ്പോൾ അവിടെ എല്ലാം അബ്സ്ട്രാക്ഷൻ തിരികെയാണ്. അവിടെ അമൂർത്തമായ സങ്കല്പങ്ങളും ചോദ്യങ്ങളും എല്ലാം അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ രണ്ട് വ്യക്തികളാണ്, തമ്മിൽ നേർക്ക് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ അവിടെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധവും സമർപ്പണത്തിന്റെ ഒരു ബന്ധവും അവിടെ ഏറ്റുപറച്ചിലൊരു രംഗവും, ഇതാ ഞാൻ എന്നെ നിന്റെ കരങ്ങളിലേക്ക് വെച്ച് തരുന്നു, ഞാൻ എന്നെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഏകദേഹമായി തീരുന്ന, എല്ലാ ബുദ്ധിയെയും അതിലംഘിപ്പിക്കുന്ന ഒരു വലിയ ബന്ധത്തിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ്. അതാണ് തോമസിന്റെ കാര്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ യുക്തിയും വിശ്വാസവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അന്വേഷണങ്ങൾക്ക് അത് ഊർജമായിട്ട് തീരുന്നു, കണ്ടെത്തലുകൾ അതിന് ശക്തി പകരുന്നു. പക്ഷെ അതിനുശേഷം കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഒരു തിയറിക്കപ്പുറം, അമൂർത്തമായ സങ്കല്പങ്ങൾക്കപ്പുറം അത് ഏറ്റവും ഹൃദ്യമായ ഒരു ഹൃദയബന്ധത്തിന്റെ തലത്തിലേക്ക് അത് ചേരുകയാണ്. അവിടെയാണ് തോമസിന്റെ ഗംഭീരമായിട്ടുള്ള പ്രസ്താവന വരുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നല്ല തോമസ് പറയുന്നത്, എന്റെ അന്വേഷണങ്ങൾക്ക് സമാപ്തി എന്നല്ല. അതൊക്കെ അവിടെ ഉണ്ട്, അതെല്ലാം അവിടെ ഉണ്ട്. ഞാൻ തിരഞ്ഞത് എനിക്ക് ഇവിടെ കണ്ടെത്തി എന്നല്ല. അതിനെല്ലാം അപ്പുറത്ത് അതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വശം വെച്ചാൽ എന്റെ എന്നുള്ള വാക്കാണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്നാണ് മൈ എന്നുള്ള പ്രസ്താവന. എന്റെ ദൈവം എന്നാണ്, എന്റെ ദൈവം. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ കണക്ഷനെ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് വിശേഷിപ്പിക്കാം. റീസൺ ലീഡ് ടു ഇമോഷണൽ റെസ്പോൺസസ് ആൻഡ് ഇമോഷണൽ റെസ്പോൺസസ് ലീഡ്സ് ടു കമ്മിറ്റ്മെന്റ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്ന് വെച്ചാൽ ഈ യുക്തിപരമായിട്ടുള്ള സബരിയും അന്വേഷണവും ഒക്കെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണത്തിലേക്ക്, കാരണം ഇത് സത്യമെന്നും ഇതാണ് യാഥാർത്ഥ്യമെന്നും ഇതാണ് അംഗീകരിക്കേണ്ടതെന്നും മനസ്സിലാവുമ്പോൾ അതിലേക്ക് ഹൃദയം കൊടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള അനുഭവത്തിലേക്ക് എത്തുന്നു. ആ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അവിടെയാണ് വിശ്വാസമുള്ളത്. ക്രൈസ്തവ വിശ്വാസം അത്തരം ഒരു കാര്യമാണ്. നമ്മുടെ ജീവനെയും ജീവിതത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണത്. അതിനെക്കുറിച്ച് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ വിശ്വാസം എന്ന വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചില്ല എന്ന് ചോദിക്കാറുണ്ട്. സ്നേഹം, കർത്താവിനെ സ്നേഹിച്ചാൽ മതി എന്നല്ലോ. കർത്താവ് നമ്മുടെ രക്ഷയെ കുറിച്ച് പറയുമ്പോൾ രക്ഷ കൃപയാലാണ്, അത് വിശ്വാസത്താലാണ്, അല്ലെ? രക്ഷയുടെ പരിപാടി എങ്ങനെയാണ്? രക്ഷ കൃപയാൽ ലഭിക്കുന്നു, വിശ്വാസം ലഭിക്കും. എഫേസ്യ ലേഖനത്തിന്റെ പ്രസ്താവന നമുക്കറിയാമല്ലോ. അത് വിശ്വാസത്താലാണ്. എന്താണ് വിശ്വാസം എന്ന് ചോദിച്ചാല്, വിശ്വാസം എന്ന് വെച്ചാല് മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നമ്മെ തന്നെ കർത്താവിനെ സ്വീകരിക്കലാണ്. അത് കർത്താവിനെ സ്വീകരിക്കലാണ്, അത് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കലാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഒരു ഭാഗം ഒന്നുമില്ല. സ്നേഹത്തിന് ഒരു പക്ഷേ ഒരു റെസിപ്രോസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് സ്നേഹത്തിന്. എന്നാൽ വിശ്വാസത്തിന് അതുപോലുമില്ല. വിശ്വാസത്തിന് എന്താണോ അതൊക്കെ സ്വീകരിക്കുകയാണ്. അവിടെ നമ്മളുടെ കൈകൾ ശൂന്യമാണ്, നമ്മുടെ കൈകളിൽ ഒന്നുമില്ല. ആ കരങ്ങൾ നീട്ടി നമ്മൾ കർത്താവിനെ സ്വീകരിക്കുകയാണ്, യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സറണ്ടറാണ്. അതിനൊന്നുമില്ല, നമ്മുടെ ഭാഗത്തുള്ള ഒരു കാര്യവുമില്ല. ആ വിശ്വാസം ദൈവം നൽകുന്ന ദാനമാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവം ദാനം നൽകുന്ന വിശ്വാസം കൊണ്ട് ദൈവത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് വിശ്വാസം ഇരിക്കുന്നത്. പക്ഷെ ആ വിശ്വാസത്തിലേക്ക് ഒരുവരെ നയിക്കുന്നതും ആ വിശ്വാസത്തിലെ കമ്മിറ്റ്മെന്റിലേക്ക് ഒരുവരെ ഉറപ്പിക്കുകയും ചെയ്യുന്നത് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യവും അന്വേഷണവും സംവാദങ്ങളും ചിന്തകളും ഒക്കെയാണ് എന്നതിന് സംശയമില്ല. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് നമുക്കിവിടെ ഈ വിശ്വാസവും റീസണും തമ്മിലുള്ള കണക്ഷൻ ആയിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ തോമസ് ഏറ്റുപറയുമ്പോൾ തോമസ് ഈ വലിയ യാഥാർത്ഥ്യത്തെ ചിന്തിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോ ഇതിൽ നിന്ന് അതിന്റെ മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ഉദാസീനമായിട്ട് തീരുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ മാർഗത്തിൽ വിശ്വസിക്കുന്ന പലർക്കും എന്തുകൊണ്ട് വേണ്ടത്ര ആവേശവും ഉത്സാഹവും ഒക്കെ ഇല്ലാതെ പോകുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കണക്ഷൻ നമുക്ക് അവിടെയും ബന്ധിപ്പിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട പല ആളുകളും അവർക്ക് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യങ്ങളൊക്കെ അറിയാം, കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും കർത്താവിനോടുള്ള സമർപ്പണത്തിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായിട്ടുള്ള വലിയ ആഗ്രഹത്തിൽ ഒന്നും
അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഒരു ഉദാസീനത അങ്ങനെ യുവാക്കളുടെ ഇടയിൽ വ്യാപിക്കുന്നു? ഈ യുവാക്കളുടെ ഇടയിൽ മാത്രമല്ല, മുതിർന്നവരുടെ ഇടയിലെല്ലാം ഉള്ളത് പല കാരണങ്ങളുണ്ട്. എങ്കിലും അതിന്റെ ചില വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടായിരിക്കാം. എങ്കിലും അങ്ങനെ ആലോചിക്കുമ്പോൾ അതിന് ഇതുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ സാങ്കത്യത്തെ കുറിച്ച് യുക്തിപരമായിട്ട് ഉറപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി എന്ന് ചോദിച്ചാൽ എന്താണ് എന്റെ ഉത്തരം? എന്നിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉത്തരം എനിക്ക് പറയാൻ സാധിക്കും. എന്നെ മാറ്റി നിർത്തിയാൽ, എന്ന് വെച്ചാൽ എനിക്കിഷ്ടമെന്നോ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടമെന്നോ എനിക്ക് സന്തോഷമെന്നോ എന്റെ രക്ഷയെന്നോ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ, അതൊന്നും മോശമായ കാര്യങ്ങളായതുകൊണ്ടല്ല, അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ വസ്തുനിഷ്ഠമായ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അതിനുണ്ടോ എന്നുള്ള ചോദ്യം. കാരണം അത്തരം ഒബ്ജക്റ്റീവായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം പല സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അത് നമ്മുടെ രീതിയാണ്, അങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്നത് എപ്പോഴും. ഇപ്പോൾ നമ്മൾ ആദ്യം ആൽബിൻ പറഞ്ഞപ്പോൾ മക്കാർത്തറുടെ ആ പ്രസ്താവന വായിച്ചു കേട്ടല്ലോ. ലോജിക്കും നമ്മുടെ കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, എങ്ങനെയാണ് സത്യങ്ങൾ അറിയുക എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞത് ലോജിക്കാണ് വഴി. നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടില് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും +2 വരെ പഠിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി വരെ പഠിക്കുക, അതിനുശേഷം വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ US-ലേക്കൊക്കെ പോവുക, എമിഗ്രേഷൻ എന്നുള്ളത് ഒരു വലിയ ട്രെൻഡാണ്. ഇപ്പൊ അതിന് ഈ അടുത്തിടെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്, എങ്കിലും അത് വലിയൊരു ട്രെൻഡിങ് കാര്യമായിട്ട് നമ്മുടെ ഇടയിൽ നടന്നു. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് വെറുതെ ചിന്തിച്ചു നോക്കുക. എന്താണ് നമ്മളവിടെ ചെയ്യുന്നത്? ഇപ്പോൾ UK-യിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ, നമ്മൾ അയർലൻഡിലേക്കോ ഒക്കെ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, ജർമ്മനിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളോട് ചോദിക്കുന്നു, അല്ലെ? എന്നിട്ട് എന്താണ് അവിടെ ചെല്ലാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് അന്വേഷിക്കുന്നു. എന്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് അവർക്ക് വേണ്ടത്, എന്ത് തരം സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. ഏത് കോളേജിൽ ഏത് കോഴ്സ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ഏത് ജോലി ചെയ്യാൻ ശ്രമിക്കണം, എന്തായിരിക്കും അവിടെ കിട്ടുന്ന ശമ്പളം, എന്തായിരിക്കും അവിടെ ജീവിത ചെലവുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ, ഒരുപാട് വസ്തുതകളെ, ഈ വസ്തുതകൾക്ക് ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്, അതിനെ നമ്മൾ പരിഗണിക്കുന്നു. നമ്മൾ നേരിട്ട് പോയി അവിടെ മാസങ്ങൾ ജീവിച്ചിട്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്, ഈ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഇതിന്റെ ഉറവിടങ്ങൾ ഉണ്ട്. ആ ഉറവിടങ്ങളെ നമ്മൾ വിശ്വസിക്കുകയാണ്, ഈ ഉറവിടങ്ങളെ നമ്മൾ ആശ്രയിക്കുകയാണ്. അതിനുശേഷം ഇതിനെ നമ്മൾ അപഗ്രഥിച്ചിട്ട് ഇത്തരം ഒരു കോഴ്സ് എടുക്കുന്നതും, ഇത്തരം ഒരു യൂണിവേഴ്സിറ്റി ചേരുന്നതും, അല്ലെങ്കിൽ ഇത്തരം ഒരു ജോലിക്ക് ശ്രമിക്കുന്നതും എനിക്ക് നല്ലതാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു, അതിനുവേണ്ടി നല്ല സ്റ്റെപ്പുകൾ എടുക്കുന്നു. നമ്മുടെ ജീവിതം അതനുസരിച്ച് നമ്മൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ലോജിക്കും, ഇവിടെ നമ്മൾ കാര്യകാരണ അപഗ്രഥനവും, ഇവിടെ നമ്മൾ വസ്തുതകൾ വിശകലനം ചെയ്യലും ഒക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നു. ജീവിതത്തിൽ ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിന്റെ ജീവിതം അതുപോലെ തന്നെയാണ്. അപ്പോൾ വിശ്വാസത്തിൽ എന്തുകൊണ്ട് ഉദാസീനത വന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സത്യങ്ങളെ, ഈ യാഥാർത്ഥ്യങ്ങളെ വേണ്ടതുപോലെ അപഗ്രഥിച്ചിട്ടില്ല. നമുക്ക് ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി തീർന്നു എന്നതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺസ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. ഒന്നുകിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ ഉപരിപ്ലവമായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, അതിനപ്പുറത്തേക്കുള്ള ഒബ്ജക്ടിവിറ്റി അതിനില്ലാതെ പോയിരിക്കാം, അതൊരു കാര്യമായിരിക്കാം. അതിനുശേഷം എന്ത് ചെയ്യും? ആ സത്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് ഞാൻ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതിന് വേണ്ടത് ഈ യാഥാർത്ഥ്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുവെങ്കിൽ ഞാൻ അതിനുവേണ്ടി ജീവിതം കൊടുക്കുന്നു. UK-യിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം? UK-യിലേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്യണം, അതിന്റെ ഫണ്ട് ഉണ്ടാക്കണം, അതിനുശേഷം ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് വേറെ ആരുടെയും കയ്യിലെത്തി പോകുമോ, അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ടാവും. എങ്കിലും അത് ചെയ്യുന്നു. അതിനുശേഷം UK-യിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ കയറി ഇരിക്കണം, അവിടെ പോയി ഇറങ്ങണം, യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നാലെ ഉണ്ട്. അപ്പോ ആക്ഷൻ എപ്പോഴാന്ന് വെച്ചാല്, ഈ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുമ്പ് അപഗ്രഥനം നടന്നു, അതിനുവേണ്ടിയുള്ള ചിന്തകൾ നടന്നു. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റെപ്പുകളാണ് ഇവിടെയും നടക്കാതെ പോകുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഈ അപ്പസ്തോലന്മാര്, 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാര്, പ്രത്യേകിച്ച് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്ന ആദിമ സഭയും അപ്പസ്തോലന്മാരും, അവരുടെ ജീവിതം എത്ര വ്യത്യാസപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലോകത്തെ കീഴ്മേൽ മറിച്ച ആളുകൾ എന്നാണ്, ലോകത്തെ തകിടം മറിച്ച ആളുകൾ എന്നാണ്.
എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇവരുടെ യോഗ്യത പരിശോധിച്ചാൽ, അവരുടെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ പരിശോധിച്ചാൽ, അന്നത്തെ ലോകത്തിലെ മറ്റുള്ള വലിയ പണ്ഡിതന്മാരോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ വിദ്യാഭ്യാസ നിലവാരവുമായിട്ട് ഒരു തരത്തിലും ചേരുന്നതല്ല. ആകപ്പാടെ ഒരു ഏറ്റവും അവരുടെ കൂടുതൽ വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ജാതികളുടെ അപ്പസ്തലനായിട്ട് പൗലോസ് മാത്രമേ ഉള്ളൂ നമുക്കറിയാമല്ലോ. ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യരാണ്, സാധാരണ നാട്ടിൻപുറത്തുകാരായ സാധാരണ മുഖ്യന്മാരായിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവര് അന്നത്തെ ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്ന് മാത്രമല്ല, അന്ന് അവരുടെ കാലഘട്ടത്തിൽ അന്ന് ലോകത്തിന്റെ 4 അതിരുകളിലേക്ക് അവരുടെ സന്ദേശം അവർക്ക് എത്തിച്ചു. അവരെ കുറിച്ച് എന്താണോ കർത്താവ് പറഞ്ഞത്, യെരുശലേമിൽ, യഹൂദിയിൽ, പിന്നെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സമരിയിൽ, പിന്നെ ലോകത്തിന്റെ അറ്റത്തോളം എന്നുള്ളതായിരിക്കുന്ന പ്രസ്താവന ആ 30 വർഷത്തിന്റെ കാലയളവിൽ അപ്പസ്തോല പ്രവർത്തികളുടെ അവസാനം എത്തുമ്പോഴേക്കും 30 വർഷത്തെ സ്പാനിനുള്ളിൽ ലോകത്തിന്റെ 4 അതിരുകളിലേക്ക് സുവിശേഷം പടർന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ സത്യങ്ങളെ അവർ വിശകലനം ചെയ്തു. സത്യങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടത് വില കൊടുക്കാൻ യോഗ്യമായ കാര്യങ്ങളാണെന്ന് അവർ ഉറപ്പിച്ചതിന് പേരിൽ അവർ ജീവിതം സമർപ്പിച്ചു. അവരുടെ ജീവിതം അതിനനുസരിച്ച് മാറി. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് അവർ ഈ കാര്യത്തിലും ചെയ്യുന്നത്. അപ്പോ ഒന്നുകിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ വിശ്വസിച്ചിട്ടില്ല, ഇത് വില കൊടുക്കാൻ പറ്റിയ യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചെങ്കിൽ തോമസ് പറഞ്ഞതുപോലെ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്നുള്ള ആ ഗംഭീര പ്രസ്താവനയോടെ എല്ലാ അന്വേഷണങ്ങളുടെയും ഉത്തരം എന്റെ മുമ്പിൽ ഇതാ വ്യക്തിരൂപമായി നിൽക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിനെ ആരാധിച്ച് കർത്താവിന്റെ മഹാനിയോഗം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുക. അതാണ് തോമസ് പിന്നീട് ചെയ്തത് നമുക്കറിയാമല്ലോ. അതിലേക്ക് നമ്മൾ മാറും. അപ്പൊ എന്തുകൊണ്ട് ഉദാസീനത എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ കാര്യങ്ങളെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ മറ്റൊരു രംഗം നമുക്ക് കാണാം. അവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് പരീശന്മാരായിട്ട് ചില ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്, ഒരു കുടുക്ക് ചോദ്യമാണ് കർത്താവിന്റെ അടുക്കൽ ചോദിക്കുന്നത്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ സ്വർഗത്തിൽ നിന്ന് എന്ത് അടയാളം ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നു. ആ വാക്യങ്ങൾ നമുക്ക് സമയക്കുറവ് എടുക്കുന്നില്ല. അപ്പൊ ഈ ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ചോദ്യമാണ്. കർത്താവിന് പോലും എന്താ പറയാ അത് ചെയ്തു കൊടുത്താൽ എന്താ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ചോദ്യത്തിന്റെ സെൻസ് ഇതാണ്: ഞങ്ങൾ തന്നെ വിശ്വസിക്കാമേ, ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾക്ക് തെളിവുകൾ ഇത് പോരാ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൂഫ് തരും എന്നാണ്. നീ ദൈവപുത്രനാണ് അല്ലെങ്കിൽ നീ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അല്പം കൂടി തെളിവുകൾ വേണം. അപ്പൊ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യം പോലെയാണ് അവർ കർത്താവിന് മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ കർത്താവ് അതിന് കൊടുക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. കർത്താവ് ഉടനെ അവരുടെ വെതർ ഫോർകാസ്റ്റിനെ കുറിച്ച് അവരോട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടില് പിന്നെ ടെലിവിഷനൊക്കെ ഉള്ളതുപോലെ അവരുടെ നാട്ടിൽ ടെലിവിഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിലും അവർക്കും ഉണ്ടായിരുന്നു ഈ കാലാവസ്ഥ പ്രവചനം ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആകാശത്ത് ഒരു ചുവന്ന നിറമൊക്കെ പ്രത്യക്ഷപ്പെട്ടാല് അത് നല്ലൊരു കാലാവസ്ഥയുടെ തെളിവാണ് എന്നവർ ഇന്റർപ്രറ്റ് ചെയ്യും. എന്നാൽ രാവിലെ അതേപോലെ മേഘാവൃതമായിട്ട് അല്ലെങ്കിൽ ഒരു ഭയപ്പെടുന്ന രീതിയിലുള്ള അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഇടിയും മഴയൊക്കെ പെയ്യും എന്ന് ഒരു ഫോർകാസ്റ്റ് അവർ ചെയ്യും. ഇത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നതാണ്, ടെലിവിഷനിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതേ കാര്യം അവർ ചോദിച്ചിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത്തരം ആകാശത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ, ഈ അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങൾ പോലെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ലോജിക്കുണ്ട്. ഈ ഇന്റർപ്രറ്റ് ചെയ്തത് മാത്രമല്ല, ഈ ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ മാറ്റുകയും ചെയ്തു. ഈ ആകാശത്ത് രാവിലെ വലിയ കാർമേഘങ്ങൾ അങ്ങനെ ഉരുണ്ടുകൂടുകയും ഇടിവെട്ടുകയും മിന്നലുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഒരു മുറ്റത്ത് പിന്നെ കാപ്പി ഉണക്കാൻ വിരിക്കില്ല, അല്ലെങ്കിൽ അന്ന് കൊപ്ര ഉണങ്ങാൻ ഇടുകയില്ല, അല്ലെങ്കിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അതവർ ചെയ്യില്ല. അവർ ഗോതമ്പായിരിക്കും ഉണക്കാൻ വെച്ചത്, അതൊരു മൂട്ടി വെക്കും. കാരണം വെച്ചാൽ ഇന്ന് മഴ പെയ്യുന്നവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്നു ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷനിലേക്ക് പോകുന്നു എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തെ പൊതുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? യേശുക്രിസ്തു അവരുടെ നടുവിലുണ്ട്. അതാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യേശുക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങൾ, യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, യേശുക്രിസ്തുവിന്റെ ജീവിതം, അതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിന്റെ സവിശേഷതയായ യേശുക്രിസ്തുവിനെയും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് യാതൊരുവിധ തെളിവുകളും വേറെ തരാൻ പോകുന്നില്ല, നിങ്ങൾക്കുള്ള തെളിവുകൾ പണ്ടേ തന്നതാണ്, പഴയ സ്റ്റോറി.
യോനയുടെ കഥയുണ്ടല്ലോ, അതാണ് തെളിവ് എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. തെളിവുകൾ അവരുടെ മുമ്പിലുണ്ട്. ഈ തെളിവുകൾ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള ലോജിക്ക് അവർക്കുണ്ട്. ആ ലോജിക്കിനനുസരിച്ച് അവർ എടുക്കുന്ന ആക്ഷൻ ടേക്കൺ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് അവർ ചെയ്യുന്നത്. അത് ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, യേശുവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രശ്നം, അവിടെയാണ് നമ്മുടെ ഉദാസീനതയുടെ കാരണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, കർത്താവ് പറഞ്ഞത് വേറെ പ്രസ്താവന കർത്താവ് പറഞ്ഞു നിങ്ങൾ ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ തെളിവുകൾ തേടുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തെളിവുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ഈ ഉള്ള തെളിവുകളെ ആധാരമാക്കി സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതിന് കാരണം നിങ്ങളുടെ ഉള്ളിലത്തെ പ്രശ്നമാണ്, നിങ്ങളുടെ സിൻ പ്രോബ്ലമാണ്, നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടതയാണ്. നിങ്ങൾക്ക് ദുഷ്ടതയുമുണ്ട്, നിങ്ങൾക്ക് വ്യഭിചാരവുമുണ്ട്. ആ വാക്ക കർത്താവ് ഉപയോഗിച്ചു, വ്യഭിചാരം എന്ന് വെച്ചാൽ കർത്താവിനെ ഏറ്റവും ശ്രേഷ്ഠനായി, കർത്താവിനെ അവരുടെ ജീവിതകാന്തനായി, കർത്താവിനെ ഏക കർത്താവായി ഭർത്താവായി അംഗീകരിക്കുന്നതിന് പകരം അവര് മറ്റു ദൈവങ്ങളെയും മറ്റിഷ്ടങ്ങളെയും തേടാനായിട്ടുള്ള വെമ്പൽ അവരുടെ ഉള്ളിലുണ്ട്. അതാണ് ആ വ്യഭിചാരം എന്ന് വാക്കുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് പകരം മറ്റാളുകളെ തേടുന്ന നിങ്ങളുടെ താല്പര്യങ്ങളാണ് നിങ്ങളുടെ തെളിവുകൾ തേടാനായിട്ടുള്ള ഈ അന്വേഷണത്തിന് പിന്നിൽ, അല്ലാതെ മറ്റൊന്നുമല്ല. തെളിവുകളുടെ അഭാവമല്ല, നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടതയാണ്. അപ്പൊ എന്തുകൊണ്ട് ഉദാസീനത എന്ന് ചോദിച്ചാൽ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. എന്റെ ഉള്ളിലെ എന്റെ സ്വകാര്യ പാപങ്ങൾ, എന്റെ ഉള്ളിൽ ഞാൻ താലോലിക്കുന്ന എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത എന്റെ ജീവിതത്തിലെ ഫാക്കൽറ്റികൾ, ഇതൊക്കെയാണ് കർത്താവിലേക്കുള്ള പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് നമ്മെ തടയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും കൂടുതൽ തെളിവുകൾ, ഇനിയും വേറെ തെളിവുകൾ എന്ന് പറഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ പ്രശ്നം പരിഹരിച്ചാൽ ധാരാളം മതി എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു കാര്യമാണ് എനിക്കതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. മാത്രമല്ല, നമ്മുടെ ലോജിക്കൽ ഫാക്കൽറ്റികൾ എന്ന് വെച്ചാൽ കാര്യകാരണത്തെ ചിന്തിക്കാനും അതിനെ വിശകലനം ചെയ്യാനും തെളിവുകൾ തേടാനും ഒക്കെയുള്ള നമ്മുടെ ആ എബിലിറ്റി, നമ്മുടെ ശേഷി, നമ്മുടെ അവയവങ്ങൾ, അത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ദാനമാണ്. അത് ദൈവമായതുകൊണ്ടും ദൈവം നമ്മളെ വ്യക്തികളായിട്ട് സൃഷ്ടിച്ചതുകൊണ്ടും ദൈവസ്വരൂപത്തിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ദൈവം നമുക്ക് സമ്മാനിച്ചതുമാണ് എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയണം. അതും മറ്റൊരു കണക്ഷനാണ് തമ്മിലുള്ള. എന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റികൾ, നമുക്ക് അറിവുകൾ സമ്പാദിക്കാൻ, ആശയങ്ങളെ സംശ്ലേഷണം ചെയ്യാനൊക്കെയുള്ള നമ്മുടെ ശേഷികൾ എന്നുള്ളത് അത് ദൈവം നമ്മെ വ്യക്തികളായിട്ട് സൃഷ്ടിച്ചതുകൊണ്ട് നമുക്കുള്ള പ്രത്യേകതയാണ്. അവിടെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്, ആശയങ്ങൾ വിശകലനം ചെയ്യാൻ സാധ്യമാകുന്നത്. അത് ഒരു വ്യക്തിക്ക് മാത്രമേ നമുക്ക് സമ്മാനിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് പോലും ഒരു നിലനിൽപ്പുമില്ലാതെ വരും. എന്ന് വെച്ചാൽ അതിനെ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്നൊരു കാര്യം പറയാം. എന്ന് വെച്ചാൽ ഇന്നത്തെ ദൈവനിരാശ ചിന്തകരായിട്ടുള്ള യുക്തിവാദം എന്ന് പറയുന്ന വാദമൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവനിരാശ ചിന്തകൾ പറയുന്ന ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല്, മനുഷ്യൻ ഒരു അമാനുഷികമായിട്ടുള്ള ഇടപെടലും കൂടാതെ തനിയെ ഉളവായി വന്നതും, മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ പരിണമിച്ചുണ്ടായി വന്നതും മനുഷ്യന്റെ തലച്ചോറ്, മസ്തിഷ്കത്തിലാണല്ലോ നമ്മുടെ ചിന്തകളൊക്കെ നടക്കുന്നത്. ഈ മസ്തിഷ്കം എന്ന് പറയുന്നത് കുറെ ന്യൂറോൺസും കുറെ അതിനുള്ളിൽ നടക്കുന്ന നിരവധിയായിട്ടുള്ള കെമിക്കൽസും തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ്. ചില ഇമ്പൾസസ്, ചില ഇലക്ട്രിക്കൽ സിഗ്നൽ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ചിന്തകൾ ഉണ്ടാവുന്നു. ഇതാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതായത് ഇത് ദൈവസ്വരൂപത്തിന്റെ ഭാഗമാണെന്നൊന്നും അവർ അംഗീകരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ ചിന്തകളെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ഈ ചിന്തിക്കാനുള്ള ശേഷിയെ നമ്മളെങ്ങനെയാണ് ആശ്രയിക്കുക? കാരണം ഇത് വെറും ഒരു റാൻഡം പ്രോസസ്സാണ്. ഇത് ജീനുകളുടെ DNA ഒരു പ്രകടനമാണ്, DNA ഒരു ഡാൻസ് ആണ്. ഡോക്കിൻസ് ഭാഷയെ പറഞ്ഞാൽ DNA ഡാൻസിങ് ആണ്. അപ്പൊ DNA ഡാൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡാൻസിൽ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നമുക്ക് ആശ്രയിക്കാവുന്ന ചിന്തയായിട്ട് വരും? നമ്മുടെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ആൽവിൻ പ്ലാറ്റിംഗ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞ പ്രസ്താവന, വളരെ ശ്രദ്ധേയമായ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, മനുഷ്യർ ബുദ്ധിശൂന്യമായ മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത സ്വാഭാവിക പ്രക്രിയയുടെ ഫലമാണെന്ന് ഡോക്കിൻസ് പറഞ്ഞത് ശരിയാണെങ്കിൽ മനുഷ്യന്റെ വൈജ്ഞാനിക കഴിവുകളുടെ വിശ്വാസ്യതയെ അത് സംശയിപ്പിക്കുന്നു. അതിനാൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് വിശ്വാസത്തിന്റെയും സാധുതയെയും സംശയിക്കുന്നതിനും അദ്ദേഹം തന്നെ കാരണം നൽകിയിരിക്കുന്നു എന്നാണ് ആൽവിൻ പ്ലാറ്റിംഗ പറഞ്ഞത്. എന്ന് വെച്ചാൽ ദൈവത്തെ നിഷേധിച്ചാൽ നമ്മുടെ ഈ നിഷേധിക്കുന്ന ചിന്തയ്ക്ക് പോലും പ്രസക്തിയില്ല.
കാരണം ഇത് റാൻഡം പ്രോസസ്സാണ്. ഇത് തെളിവുള്ളത്. ഇതിനെങ്ങനെ ആശ്രയിക്കാൻ സാധിക്കും? ഇതിങ്ങനെയാണ്, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നൊക്കെ അവർ പറയുമ്പോൾ അതിനൊരു കഴമ്പുമില്ല. കാരണം അത് ഒരുത്തന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ്, അവന്റെ ജീനുകളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്, അതിന്റെ ഡാൻസിങ് മാത്രമാണ്. ചില കെമിക്കൽസ് ചില രീതിയിൽ അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അവൻ ചില വാക്കുകളൊക്കെ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരുവിധ വൈജ്ഞാനിക അടിത്തറയും അതിനില്ലാതെ പോകുന്നു. അത് വലിയ അപകടമാണ്. എന്നാൽ അതിനു പകരം നമ്മൾ മനുഷ്യരാണ്. ഈ മനുഷ്യർക്ക് ദൈവത്തിന്റെ സാധർമ്മ്യം ദൈവം നൽകിയിരിക്കുന്നു. ആ സാധർമ്മ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നാം വഹിക്കുന്ന ദൈവസ്വരൂപത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഇച്ഛയും നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ആണ് എങ്കിൽ ദൈവം നൽകിയതാണ് ഈ ഇച്ഛയും ചിന്തകളും ഒക്കെ. ആ ചിന്തകൾ ഉപയോഗിച്ചാണ് നമ്മൾ കാര്യകാരണങ്ങൾ അപഗ്രഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തിന്റെ ചിന്തകളാണ്. അത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ നമ്മൾ ചിന്തകളോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ, നമ്മൾ ധാരണകളോടെയും കാര്യകാരണങ്ങളോടെയും ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ദൈവസ്വരൂപത്തെ തന്നെ പ്രകടിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സാധർമ്മ്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതായിരുന്നു: വിശ്വസിക്കാൻ നമുക്ക് എന്താണ് കാരണങ്ങൾ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ നമുക്ക് കാരണങ്ങളില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു. വിശ്വസിക്കാൻ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. ക്രൈസ്തവ വിശ്വാസം തെളിവുകൾ ഉള്ളതാണ്. അത് നമ്മുടെ ആഗ്രഹങ്ങളോടും അഭിലാഷങ്ങളോടും അനുഭവങ്ങളോടും ഏറ്റവും ചേർന്ന് പോകുന്നതാണ്. അത് ലോജിക്കലി കൺസിസ്റ്റന്റ് ആണ്. അത് യുക്തിഭദ്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള ധാരണ. എന്നിട്ട് ഈ ചിന്തകളെല്ലാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ, ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് അങ്ങനെ ഉയരുന്നു. അത് ആശയങ്ങളുടെ തലത്തിൽ നിന്ന് ഒരു വ്യക്തി ബന്ധത്തിന്റെ, ഒരു പൂർണ്ണ സമർപ്പണത്തിന്റെ, ഒരു ആശ്ചര്യഭാവത്തിന്റെ, ഒരു ആരാധനയുടെ തലത്തിലേക്ക് ഉയരുന്നു. അതാണ് നമ്മൾ തോമസിന്റെ കാര്യത്തിൽ കണ്ടത്. എന്തുകൊണ്ട് നമുക്ക് ഉദാസീനത എന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇതിനനുസരിച്ച് സ്റ്റെപ്പുകൾ എടുക്കുന്നതിൽ നിന്ന് നമുക്ക് പരാജയം സംഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ഉദാസീനരും പ്രയോജനരഹിതരുമായിട്ട് മാറുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ, പ്രത്യേകിച്ച് ദൈവത്തെ ദൈവമെന്ന് അംഗീകരിക്കുന്നതിന് തടയുന്നത്, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നത് കർത്താവ് പറഞ്ഞതുപോലെ ദുഷ്ടതയും വ്യഭിചാരവുമാണെങ്കിൽ അത് നമ്മളെ തന്നെ പരിശോധിക്കാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമായിട്ടും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. നമ്മള് ക്രിസ്തീയതയും യുക്തിയും എന്നുള്ള യുക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. യുക്തിയും ക്രിസ്തീയതയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേട്ടു. എന്തുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യനായി എന്നുള്ളതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടാണ് അല്ലെ. നമ്മൾ ക്രിസ്തീയത എന്ന് പറയുന്നത് തെളിവുകളാൽ ഉറപ്പിക്കപ്പെട്ടതും അനുഭവങ്ങളോട് ചേർത്ത് വെക്കാൻ പറ്റുന്നതും അതുപോലെ ആശയപരമായിട്ട് ഭദ്രമായതുമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ കേട്ടു. ക്രിസ്തീയത തെളിയിക്കാൻ പറ്റുന്നതും അതുപോലെ തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ കേട്ടു. നമ്മൾ ലോജിക്കിനെ കുറിച്ച് ലോജിക്ക് നമ്മൾ കാര്യങ്ങളെ അന്വേഷിക്കും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ക്രിസ്തു എന്ന വ്യക്തിയോട് നമ്മൾ സറണ്ടർ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേട്ടു. അങ്ങനെ പലപ്പോഴും ചെയ്യാത്തതാണ്. അവിടെ നമ്മളുടെ സ്വാർത്ഥ കാര്യങ്ങളെ കുറിച്ച് ക്രിസ്തുവിനെ സറണ്ടർ ചെയ്യാതെ നമ്മുടെ സ്വാർത്ഥ കാര്യങ്ങളെ നമ്മളത് വീണ്ടും പിന്നെയും നമ്മൾ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഉദാസീനതയ്ക്ക് കാരണമാകുന്നതിനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടല്ലോ. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഉദാസീനതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കർത്താവിനോട് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുപോലെ തന്നെ അന്വേഷിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട്, അതുപോലെ അത് കർത്താവിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.